ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ആന്ധ്രയിലും ബംഗാളിലും വ്യാപകമായി സംഘർഷം റിപ്പോർട്ട് ചെയ്തു. ബംഗാളിലെ കേതുഗ്രാമിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ CPIM എന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. 10 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും അടക്കം 96 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത്. 3 മണിവരെ 52.6% പോളിംഗ് രേഖപ്പെടുത്തി. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഭേദപ്പെട്ട പോളിംഗ് എന്ന തരത്തിലേക്ക് നമുക്ക് 4ാം ഘട്ട പോളിംഗിനെ ഇതുവരെയുള്ള കണക്ക് വെച്ച് വിലയിരുത്താൻ കഴിയുമോ? കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതുപോലെ തന്നെ ബംഗാളിലൊക്കെ ഇക്കുറിയും മികച്ച പോളിംഗ്. അതിലെടുത്ത് പറയാവുന്ന ഒന്ന് ശ്രീനഗറിലെ പോളിംഗ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീനഗറിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരം റെക്കോർഡ് പോളിംഗ് എന്ന കണക്കും പുറത്തു വരുന്നുണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ഈ കഴിഞ്ഞ 3 ഘട്ടങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ അത്രമേൽ വലിയൊരു പോളിംഗ് ആണോ രേഖപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് 4ാം ഘട്ടത്തിലും ഇതുവരെ 3 മണിവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 52.6%. ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഈ 3 മണിവരെ ഉള്ള കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. അവിടെ 66.5% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ 48.41%, തെലങ്കാനയിൽ 52.34%, ഒഡീഷയിൽ 52.91%, മഹാരാഷ്ട്രയിൽ 42.35%, മധ്യപ്രദേശിൽ 59.63%, ജമ്മു ആൻഡ് കാശ്മീരിൽ 29.93% എന്ന രീതിയിലാണ് ഈ 3 മണിവരെയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന് ശ്രീനഗർ. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. കനത്ത സുരക്ഷയുടെ പശ്ചാത്തലത്തിലാണ് ശ്രീനഗറിലെ പോളിംഗ് ബൂത്തുകളിൽ ഈ പോളിംഗ് പുരോഗമിക്കുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ നല്ലൊരു പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. മറ്റൊന്ന്, ഈ ആന്ധ്രയിലും ബംഗാളിലും ഈ പോളിംഗുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുണ്ടായി. ബംഗാളിലാകട്ടെ തൃണമൂൽ പ്രവർത്തകൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആന്ധ്രയിലെ ഗുണ്ടൂരിൽ ഈ വോട്ട് ചെയ്യാൻ വന്ന വോട്ടർമാരെ YSR കോൺഗ്രസ് പാർട്ടിയുടെ MLA മർദ്ദിക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നൊരു ഘട്ടമുണ്ടായി. എന്തായാലും അതൊഴിച്ച് ആ അനിഷ്ട സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ മറ്റുള്ള ഇടങ്ങളിൽ അവിടെ ഈ അന്തരീക്ഷം ഇത്തരത്തിൽ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമല്ല ഉള്ളത്. മറിച്ച് പോളിംഗ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഇനിയും 2 മണിക്കൂർ ബാക്കിയുണ്ട്. ആ 2 മണിക്കൂറിലെ സ്ഥിതി എന്താകുമെന്നുള്ളതെല്ലാം കാത്തിരിക്കേണ്ടതാണ്. നല്ലൊരു പോളിംഗ് ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ വ്യക്തമാകും. 96 മണ്ഡലങ്ങളാണ് ഈ 4ാം ഘട്ടത്തിൽ വിധി എഴുതുന്നത്. ഇതിൽ ഏതാണ്ട് 1717 സ്ഥാനാർത്ഥികളുണ്ട്, പ്രമുഖരുമുണ്ട്. അഖിലേഷ് യാദവ് ഈ ഘട്ടത്തിലാണ് മത്സരിക്കുന്നത്. അതുപോലെ കൃഷ്ണനഗറിൽ മഹുവ മൊയ്ത്രയുണ്ട്, അർജുൻ മുണ്ടയുണ്ട്. അങ്ങനെയുള്ള പ്രമുഖ നേതാക്കൾ കൂടി ഈ ഘട്ടത്തിൽ മത്സരിക്കുകയാണ്. അപ്പോൾ എന്താകും സ്ഥിതി എന്നതെല്ലാം ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം അതിൻ്റെ അവസാന ഘട്ട പോളിംഗ് ശതമാനം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനുജ, 52.6% എന്നതാണ് 3 മണിവരെയുള്ള പോളിംഗ് 4ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ. അതിനിടെ ആന്ധ്രാപ്രദേശിൽ സംഘർഷമുണ്ടാകുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. രാവിലെ മുതൽ തന്നെ വിവിധയിടങ്ങളിൽ നിന്ന് സംഘർഷത്തിന്റെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും സംഘർഷം എന്ന വിവരം വരുന്നു. അനന്ത്പൂർ ജില്ലയിൽ YSR കോൺഗ്രസ് TDP പ്രവർത്തകർ ഏറ്റുമുട്ടി. നിരവധി വാഹനങ്ങൾ തകർത്തു. കല്ലേറിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരുക്കേറ്റു. നേരത്തെ TDP MP ശ്രീനിവാസ ദേവരായലുവിന്റെ വാഹനമാണ് ആക്രമിക്കപ്പെട്ടിരുന്നത്. ഗുണ്ടൂരിൽ വോട്ടർമാരെ മർദ്ദിക്കുന്ന YSR-CP MLA-യുടെ ദൃശ്യം പുറത്തുവന്നു. ആന്ധ്രാപ്രദേശിലെ പോളിംഗ് വിശദാംശങ്ങൾ, ഒപ്പം ഈ അക്രമത്തിന്റെ വിവരങ്ങൾ മനേഷ് മൂർത്തി നൽകും. മനേഷ്, ആന്ധ്രാപ്രദേശിൽ എങ്ങനെയാണ് പോളിംഗ് ശതമാനം? ഒപ്പം ഈ വ്യാപകമായി അക്രമം ഉണ്ടാകുന്നു എന്നുള്ളത്, പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്നു, ബൂത്ത് അടിച്ച് തകർക്കുന്നു, വോട്ടിംഗ് മെഷീൻ തകർക്കുന്നു, ആ തരത്തിലേക്ക് വലിയ അക്രമത്തിന്റെ വിവരങ്ങൾ കൂടിയാണോ പുറത്തു വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന്? അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ടല്ലോ. അനുജ, 3 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം ആന്ധ്രാപ്രദേശിലെ പോളിംഗ് ശതമാനമാണ് മനീഷ് മൂർത്തി പറഞ്ഞു തുടങ്ങിയത്. ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം വന്നിട്ടുണ്ട്. അവിടെ നിന്ന് വ്യാപക സംഘർഷത്തിൻ്റെ വിവരങ്ങൾ രാവിലെ മുതൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. രാവിലെ ബൂത്ത് അടിച്ച് തകർക്കുന്നു, ഒപ്പം വോട്ടിംഗ് മെഷീൻ തകർക്കുന്നു, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അനന്ത്പൂർ ജില്ലയിൽ YSR കോൺഗ്രസ് TDP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയെന്ന വിവരമാണ് വരുന്നത്. നിരവധി വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ കല്ലേറിൽ പരുക്കേൽക്കുന്നു. TDP MP ശ്രീനിവാസ ദേവരായലുവിന്റെ വാഹനം ആക്രമിക്കപ്പെട്ടെന്ന വാർത്ത അതൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. മനീഷ്, പറയൂ.
അനുജ, ഇതിപ്പോൾ 3 മണി വരെയുള്ള കണക്കുകൾ പ്രകാരമാണെങ്കിൽ 55.49% ആന്ധ്രാപ്രദേശിലെ പോളിംഗ് എന്ന് പറയുന്നത്. അത് ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്. പക്ഷേ ഏകദേശം ഒരു പോളിംഗ് തുടങ്ങി ഒരു 3 മണിക്കൂറുകൾക്ക് ശേഷം വ്യാപകമായ തോതിലാണ് ആന്ധ്രാപ്രദേശിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ബാപ്പട്ല എന്ന് പറയുന്ന ജില്ലയിൽ കൂടി ഈ സംഘർഷം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ അനന്ത്പൂരിലും പൽനാടിലും അതുപോലെ തന്നെ ഗുണ്ടൂരിലും ഒക്കെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ബാപ്പട്ലയിലാണ് വ്യാപകമായ തോതിലുള്ള അക്രമം ഉണ്ടാകുന്നത്. അവിടെ ചിരാല എന്ന് പറയുന്ന മേഖലയിൽ വ്യാപകമായ തോതിൽ തന്നെ YSRCP പ്രവർത്തകരും അതുപോലെ TDPയുടെ പ്രവർത്തകരും തമ്മിൽ വലിയ തോതിൽ സംഘം ചേർന്ന് അല്ലെങ്കിൽ ചേരി തിരിഞ്ഞുള്ള സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങളെത്തി വലിയ തോതിൽ കല്ലേറ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പോലീസുകാർ ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല നിരവധി വാഹനങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും സംഘർഷം വ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വരും മണിക്കൂറിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് ഇനിയിപ്പോൾ പോളിംഗ് പൂർത്തിയാകാൻ വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. നേരത്തെ TDP MP ആയിട്ടുള്ള ശ്രീനിവാസ ദേവരായരുടെ വാഹനം ആക്രമിക്കപ്പെട്ടിരുന്നു. അത് നരസറാവുപേട്ടിലാണ് ആ ഒരു ആക്രമണം ഉണ്ടായത്. അതിനു മുൻപ് ഈ പറഞ്ഞ രീതിയിൽ YSRCPയുടെ MLA തന്നെ വോട്ടർമാരെ മർദ്ദിക്കുന്ന രീതിയിലുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് തെനലിയിലെ ഇതിനഗർ എന്ന് പറയുന്ന പോളിംഗ് സ്റ്റേഷനിലാണ് ഉണ്ടായത്. അത് ക്യൂ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. അത്തരത്തിലെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ വ്യാപകമായ തോതിൽ ഏകദേശം 7 ജില്ലകളിൽ വ്യാപകമായ തോതിലുള്ള അക്രമ സംഭവങ്ങളാണ് എന്തായാലും ആന്ധ്രാപ്രദേശിൽ നിന്ന് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആ രീതിയിൽ പോളിംഗ് പുരോഗമിക്കുമ്പോഴും വ്യാപകമായി തന്നെ അക്രമ സംഭവങ്ങളുമുണ്ട്. നിലവിൽ അതായത് 3 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 55.49% ആന്ധ്രാപ്രദേശിലെ പോളിംഗ്. അതാണ് പോളിംഗ് ശതമാനം. 7 ജില്ലകളിൽ നിന്നൊക്കെ അക്രമത്തിന്റെ വാർത്തകളും പുറത്തു വരുന്നു. സംഘർഷത്തിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും ജനാധിപത്യത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന ഒരു ദൃശ്യം ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇന്ന് വന്നിട്ടുണ്ട്. ആ ദൃശ്യം ഒന്ന് കാണാം. പ്രായമേറിയ സ്ത്രീയെ ദുർഘടമായ പാതയിലൂടെ തോളിൽ ചുമന്ന് വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുപോകുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടി വിളിച്ചോതുന്ന ഒരു ദൃശ്യമാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നത്.